സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഇത്? വിശുദ്ധിയും ശക്തിയും തെളിനിലാവിൻ വെളിച്ചവും വെണ്മയും സന്ധ്യപൂത്ത സുഗന്ധവും നന്മയും പ്രണയവും ഒറ്റ ശില്പമായി കൊത്തിയ നീരുനീരിന്റെ ഒപ്പാണു പെണ്ണിവൾ. ഏറ്റുനോവിന്നുരുവാർന്ന ശക്തി നീ, പോറ്റുവാനായി ക്ഷമയുള്ള അമ്മ നീ. കാറ്റിലും കടൽ കോളിലും കാക്കുന്ന നോറ്റിരുപ്പിന്റെ പേരാണു പെണ്ണു നീ. നീ എരിഞ്ഞാലുലയുന്ന അഗ്നിയിൽ തീമലയായി പുരങ്ങൾ കരിഞ്ഞിടും. നീ എറിഞ്ഞ ചിലമ്പിന്റെ ഒച്ചയിൽ കാലദിക്കുകളെല്ലാം നടുങ്ങിടും. കാലദിക്കുകളെല്ലാം നടുങ്ങിടും. കാലദിക്കുകളെല്ലാം നടുങ്ങിടും. സാർ 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 വരണം. കാറ് മോളെ സുന്ദരി, സുന്ദരി, സുന്ദരി.
എന്താ എന്തു പറ്റി മോളെ? എന്തിനാടി നീ കരയുന്നേ? കാര്യം പറയേ. കാര്യം പറഞ്ഞിട്ട് കരമോളെ. എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? നിന്റെ അമ്മയല്ലേ ഞാൻ? ഈ അമ്മയോട് പറയും മോളെ. എല്ലാം പോയി, എല്ലാം പോയി ചേച്ചി. സർവ്വതും തകർന്നു, എല്ലാം നശിച്ചു. എല്ലാം പോയി ചേച്ചി. സർവ്വതും നശിച്ചു. എന്തു പറ്റിയടി? എന്തൊക്കെയാ നീ പറയുന്നേ? ചതിച്ചു ചേച്ചി, അയാൾ എന്നെ ചതിച്ചു. എല്ലാം പോയി ചേച്ചി, അയാൾ എന്നെ ചതിച്ചു. ചതിച്ചോ? എങ്ങനെ? പറ മോളെ, തെളിച്ചു പറ. നീ എന്താ പറ്റിയത്? എടി, അവൻ നിന്നെ എന്താ ചെയ്തേ? അയക്കു വേറൊരു ഭാര്യയുണ്ട് ചേച്ചി. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? വെറുതെ ഓരോന്നും. ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ അതൊന്നും വിശ്വസിക്കരുത് മോളെ. ആരെങ്കിലും ഒന്നും പറഞ്ഞതല്ല ചേച്ചി. എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടത്. എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടത്. നീ ഒരു അച്ഛനാവാൻ പോവാണെന്ന് ആ പെണ്ണ് കെട്ടിപ്പിടിച്ച് പറയുന്നത് ഞാൻ കണ്ടു, ഞാൻ കേട്ടു ചേച്ചി. മോളെ, പോയി, എല്ലാം പോയി, എന്റെ ജീവിതം പോയി ചേച്ചി. മോളെ, മോളെ സുന്ദരി, എഴുന്നേക്ക് മോളെ. മോളെ, നീ കരയാതിരിക്കേ. വാ. എന്റെ അമ്മ എന്റെ ജീവിതത്തെ കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതെന്നറിയോ ചേച്ചിക്ക്? എന്തെല്ലാം മോഹിച്ചോന്നറിയോ? എന്നെ ഒരു രാജ്ഞിയെ പോലെ ജീവിപ്പിക്കണമെന്ന് കൊതിച്ചത് എന്റെ അമ്മ. മോളെ, നീ കരച്ചിൽ നിർത്ത്. എഴുന്നേക്ക് നീ. എന്റെ ജീവിതം പോയി, എന്നെ ചതിച്ചില്ല അയാള്. അവൻ നിന്നെ ചതിച്ചു എന്ന് വിചാരിച്ച് അതോടെ നിന്റെ ജീവിതം തീരുവോ? പറയാനെങ്കിലും പേരിനെങ്കിലും ഒരാളുണ്ടായിരുന്നില്ല ചേച്ചിക്ക്. എനിക്കിനി ആരാ ചേച്ചിയുള്ളത്? നീ കരച്ചിൽ നിർത്തിക്കേ. എഴുന്നേക്ക്, എഴുന്നേക്ക്. വാ, വാ ഇങ്ങോട്ട്. വാ മോളെ, വാ.
എല്ലാം നശിച്ചില്ല ചേച്ചി. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? നീ ഇങ്ങനെ കരയാതിരിക്കേ. കരച്ചില് നിർത്തുമോളെ. എല്ലാ സ്വപ്നങ്ങളും തകർന്നില്ല, തകർത്തില്ലേ അയാള്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. നിർത്തടി. ഇനി നിന്റെ വായിന്ന് കരച്ചിലിന്റെ ശബ്ദം പുറത്തു വന്നാലുണ്ടല്ലോ, കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വന്നാൽ വാങ്ങിക്കും നീ എന്റെ കയ്യിൽ നിന്ന്. മതിയാക്ക് കരച്ചില്. ഇനി നീ കണ്ണീര് ഒലിപ്പിച്ച് എണ്ണിപ്പറക്കിക്കൊണ്ട് നിന്നാ ഒന്ന് മതിയാക്ക്. മതി, പോയി അവിടെ ഞാൻ ഇരിക്കും. ചെല്ലാൻ പോടി. മോളെ, ഇത് കുടിക്ക്. കുടിക്ക് മോളെ. ഇനി കരയരുത്. പറഞ്ഞത് കേട്ടില്ലേ? ഇനി കരയരുതെന്ന്. നടന്നത് നടന്നു. അതിന്റെ പേരിൽ ഇനി കരഞ്ഞു വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, നിന്റെ ഫോൺ എന്ത് ചെയ്യും? ആ, അതിന് തന്നെയാ നിന്റെ കൃഷ്ണമാമയെ വിളിക്കാൻ. ഓ പരമനാറിയുടെ എല്ലാ കാര്യവും ഇപ്പൊ തന്നെ കൃഷ്ണനെ വിളിച്ചു പറയും. നീ ആ ഫോണിഞ്ഞെടുത്തേ. ആ, അയ്യോ വേണ്ട ചേച്ചി, ഇതൊക്കെ എന്റെ വീട്ടിലെറിഞ്ഞ അവരെങ്ങനെ സഹിക്കും ചേച്ചി? എന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റോ? അച്ഛമ്മയ്ക്ക് സഹിക്കാൻ പറ്റോ? കൃഷ്ണമാമയ്ക്ക് സഹിക്കാൻ പറ്റോ? ആർക്കും പറ്റത്തില്ല. ഞാനിതൊക്കെ ആരോട് ചെന്ന് പറയും? ആരോട് ചോദിക്കും? എനിക്കിപ്പോ ഒരിടവില്ലാതായില്ല ചേച്ചി. അവിടെയില്ല, ഇവിടെയില്ല, ഒന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്കിനി ആരുമില്ല. മോളെ
മോളെ എന്താടാ മച്ച പ്രശ്നം? എടാ എന്താ പറ്റി? എന്തിനാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? എന്ത് പറ്റിയെന്ന്? പെങ്ങളെ കാണാൻ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പോ പോണ്ട, നീ പോന്നല്ലേ പറഞ്ഞത്. അവിടെ എന്താ ഉണ്ടായത്? എന്താ സംഭവിച്ചത് പറയേ. മിഴിച്ചു നിൽക്കാതെ ഇറങ്ങി പോടാ. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ. കടക്ക പുറത്ത് ഇറങ്ങി പോടാ. എടാ എന്താ പ്രശ്നം? ഒന്ന് പറഞ്ഞു തൊലയ്ക്ക് നീ. എന്താ ഇത്? എടുത്തോ, നീ ഒരു അമ്മാവനാവാൻ പോകുന്നു. അതേടാ, ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. മച്ചാ, സൂപ്പർ മച്ചാ, കൺഗ്രാറ്റ്സ്. ഞാൻ പെങ്ങളൂട്ടിന്ന് വിളിക്കട്ടെ. ഏത് പെങ്ങളൂട്ടിയെ? സുന്ദരിയെ. സുന്ദരിക്കല്ലേ വിശേഷം? വൈഗ പ്രഗ്നന്റാ. എന്തോന്നാ മച്ചാ നീ പറഞ്ഞേ? അതേടാ, മൈ വൈഫ് ഈസ് പ്രഗ്നന്റ്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നീ സുന്ദരി കാണാനല്ലേ പോയത്? എന്നിട്ട് അവിടെ എന്തുണ്ടായി? സുന്ദരി, അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ സ്ഥിതിക്ക് നീയും ആ വീട്ടിൽ പോവരുത്. എന്തോന്നാണ് നീ പറയുന്നേ? ഞാൻ അവിടേക്ക് പോരുതെന്നോ? എന്താ കാര്യം? എന്താ? ഞാൻ എന്തിനു പോവാതിരിക്കണം? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? എല്ലാം കഴിഞ്ഞെന്നോ? എന്ത് കഴിഞ്ഞെന്ന്? സുന്ദരിക്ക് വല്ല കുഴപ്പമുണ്ടോ? അവൾക്കെന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല, നന്നായിരിപ്പുണ്ട്. മച്ചാ, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാ തെളിച്ചു പറയും. കൂടുതലൊന്നും മനസ്സിലാക്കണ്ട, അതാ നല്ലത്. മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, അത് ഞാൻ പറയട്ടെ. ഇനി നമ്മുടെ ജീവിതത്തിൽ സുന്ദരി ഇല്ല. അവൾ ഏതോ ഒരു പെണ്ണ്, നമ്മൾ വേറെ ഏതോ ആണ്. ഏതോ ഒരു പെണ്ണിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? ഏതോ ഒരു പെണ്ണോ? നിന്റെ ഭാര്യയാണ് അവള്.
മച്ച, ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക. ഇനി മേലിൽ ആ പെങ്ങള് നിന്റെ ജീവിതത്തിലില്ല. ആ പെങ്ങളുടെ കാര്യം കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു ഭാര്യയില്ല. എനിക്കൊരൊറ്റ ഭാര്യയുള്ളൂ. അത് വൈകയാണ്. അപ്പൊ നിന്റെ പെങ്ങളാരാ? വൈക. ഇനി സുന്ദരി നമുക്ക് ആരുമല്ല. നിനക്ക് പെങ്ങളെ എന്ന് വിളിച്ച് സ്നേഹിക്കാൻ എന്റെ വൈകയുണ്ട്. അത് പോരെ മച്ച. നിന്റെ ഭാര്യ ആരായിരിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പക്ഷേ എന്റെ പെങ്ങൾ ആരായിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. സുന്ദരി എന്നും എനിക്ക് പെങ്ങളായിരിക്കും. നീ എന്തിനാ വെറുതെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്ക. ഞാനായിട്ട് ആരെയും ഉപേക്ഷിച്ചതല്ലോ, വേണ്ടെന്ന് വെച്ചതുമല്ല. ഇങ്ങനെ ഒരു ബന്ധം വേണ്ടെന്ന് വെച്ചത് സുന്ദരി തന്നെയാണെങ്കിലോ? അതേ മച്ച, തീരുമാനം നിന്റെ പെങ്ങളുട്ടിയുടെ തന്നെയാണ്. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കൂടുതലൊന്നും നീ ആലോചിക്കണ്ട. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇനി ആവശ്യമില്ലാതെ പെങ്ങള് കുട്ടിയെ കാണാനെന്നും പറഞ്ഞ് ആ ജാനകിയമ്മയുടെ വീട്ടിലേക്ക് പോവാതിരിക്കുന്ന നിനക്ക് നല്ലത്. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. എന്തൊക്കെ പറഞ്ഞാലും നീ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ടെന്ന് വാശി പിടിക്കുന്നേ. നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ആരെയും തോൽപ്പിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നേ. ഇല്ല മച്ച, ഇനി ഒന്നും പറയുന്നില്ല. ഞാൻ ഇറങ്ങുക. അച്ഛനാൻ പോകുന്ന നിനക്ക് എന്റെ ആശംസകൾ.